ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയാണെങ്കിലും അമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അമ്മയുടെ മോനെ ഞാൻ എന്ത് വില കൊടുത്തിട്ടും കൊണ്ടുവന്നിരിക്കും, ഇതെൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങാനായിട്ട് വേദ തയ്യാറാവുമായിരിക്കും. അപ്പോൾ അമ്മയാണെങ്കിലും മോളോട് നന്ദി അറിയിക്കുക, എങ്ങനെയാണ് എനിക്ക് നന്ദി അറിയിക്കേണ്ടതെന്ന് അറിയില്ല മോളെ, ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. ആ സമയം വേദയാണെങ്കിൽ ഒരു സാരി കൊടുത്ത് വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരിക്കും ചെയ്യുന്നത്. ശേഷം ചെല്ലുന്നത് നേരെ അച്ഛൻ്റെയും ശ്രീകാന്തിൻ്റെയും മുമ്പിലേക്കായിരിക്കും. അവർ പെട്ടെന്ന് വേദയെ കാണുമ്പോൾ വണ്ടി ഇങ്ങനെ നിർത്തുന്നുണ്ട്. എന്നിട്ട് പിന്നെ വേദയാണെങ്കിലും ചോദിക്കുകയായിരിക്കും, എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ചെയ്തത്, എന്തിനാണ് വിക്രമനെ ഇങ്ങനെ ഒരു ഇല്ലാത്തൊരു കേസും കൊടുക്കിയിട്ട് ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയായിരിക്കും. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരാളെ പറ്റിയിട്ടും നല്ലൊരു വ്യക്തിയെ പറ്റി എഴുതാൻ പറഞ്ഞപ്പോഴും എല്ലാവരും വേറെ പ്രശസ്തരായ ആൾക്കാരെ എഴുതിയപ്പോൾ ഞാനാണെങ്കിൽ അച്ഛനെ പറ്റിയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്, അച്ഛൻ്റെ നന്മയെ പറ്റിയിട്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാം വെറുതെ ആയിരുന്നു എന്ന് അച്ഛൻ തന്നെ ഇപ്പോൾ തെളിയിച്ചു തന്നു. ഇല്ലാത്ത കാര്യത്തിന് വിക്രമനെ എന്തിനാണ് ഇങ്ങനെ ജയിലിലേക്ക് കൊണ്ടുപോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരിക്കും. അപ്പോൾ അച്ഛനാണെങ്കിലും പറയുന്നുണ്ട്, അത് എൻ്റെ ഇഷ്ടം, നീ വീട്ടിലേക്ക് വന്നില്ലല്ലോ, നീ ചെയ്താണ് ഏറ്റവും വലിയ തെറ്റ്. കല്യാണപ്രായമായ ഒരു അനിയത്തി ഉണ്ടെന്ന് പോലെ ആലോചിക്കാതെ ഇത്രയും നാൾ വളർത്തി വലുതാക്കി അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച് പോയില്ലേ, ആ ചെയ്താണ് തെറ്റ്, നീ ചെയ്താണ് തെറ്റ് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. ആ സമയം ശ്രീകാന്താണെങ്കിലും പറയുമായിരിക്കും, ഒറ്റൊരു വഴിയുണ്ട്, നിനക്ക് വിക്രമിനെ ജയിലിൽ നിന്ന് ഇറക്കിയാൽ പോരെ, അങ്ങനെയാണെങ്കിൽ വിക്രമിനെ ഞങ്ങൾ ജയിലിൽ നിന്ന് ഇറക്കാം, പക്ഷേ നീ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു കയറണം എന്നിങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ വേദയാണെങ്കിൽ അത് സമ്മതിക്കുന്നുണ്ടാവില്ല. അങ്ങനെ കേസ് ആവുമായിരിക്കും. എന്നിട്ട് പിന്നെ വിക്രമിനെയാണെങ്കിൽ പോലീസുകാരിങ്ങനെ കൊണ്ടുവരുന്നുണ്ടാവും. എന്നിട്ട് പിന്നെ ജഡ്ജി ആയിട്ടുള്ള വേദയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ആരെങ്കിലും ഇറക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ വക്കീൽ, ഇതിങ്ങനെ ചോദിക്കായിരിക്കും. ആ സമയമായിരിക്കും വേദ കടന്നു വരുന്നത്. ഒരു വക്കീലിനെയും കൂട്ടിയിട്ട് വേദ വരികയായിരിക്കും. എന്നിട്ട് ആ ഒരു കാര്യം തെളിയിക്കുകയായിരിക്കും വേദ, വിക്രം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ആ വക്കീലിനെ നിർത്തിയിട്ട് വേദ തെളിയിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ വേദയാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ വിക്രമാണെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയായിരിക്കും ചെയ്യുന്നത്. കാരണം എൻ്റെ അടുത്ത് ഇത്രയൊക്കെ സ്നേഹം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കായിരിക്കും വിക്രമാണെങ്കിലും ചെയ്യുക. എന്നിട്ട് പിന്നെ വേദയാണെങ്കിലും വിക്രമിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുമായിരിക്കും ചെയ്യുന്നത്, കേസ് ജയിച്ചിട്ട്. ശേഷം അവർ വീട്ടിലേക്ക് പോകാനായിട്ട് ബൈക്കിലായിരിക്കും വരുന്നത്. ആ സമയത്താണെങ്കിലും പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ വേദ സ്നേഹത്തോടെ നമ്മുടെ വിക്രമിൻ്റെ മേത്ത് മുട്ടുമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് റൊമാൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വിക്രമിനെയും കൊണ്ട് നമ്മുടെ വേദ എത്തുമ്പോൾ എല്ലാവരും ഒന്ന് അന്തം വിടുകയായിരിക്കും ചെയ്യുന്നത്. അച്ഛനാണെങ്കിലും എല്ലാവരും, അമ്മയ്ക്കാണെങ്കിലും ഒരുപാട് സന്തോഷമാവുമായിരിക്കും ചെയ്യുന്നത്. വേദയോട് നന്ദിയൊക്കെ പറയുമായിരിക്കും. അപ്പോൾ വേദയാണെങ്കിലും പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കടമയാണ് അമ്മയെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. ശേഷം വിക്രമാണെങ്കിലും റൂമിലേക്ക് കടക്കുകയായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നന്ദിനിയാണെങ്കിലും ഒക്കെ ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുകയായിരിക്കും നമ്മുടെ വേദയെ. എന്നിട്ട് പിന്നെ വേദയാണെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അകത്തേക്ക് ചെല്ലുന്നതായിരിക്കും ചെയ്യുന്നത്. അത് കഴിഞ്ഞ് രാത്രിയാവുമ്പോൾ വിക്രമിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും നമ്മുടെ വേദ. ആ സമയം വേദ ഒന്ന് ഞെട്ട് തന്നെയായിരിക്കും ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഇങ്ങനെ ഒരു ഗുണ്ടയായി മാറിയത് എന്ന് അറിയുമ്പോൾ ശരിക്കും വേദ ഒന്ന് ഞെട്ടുമായിരിക്കും ചെയ്യുന്നത്. അപ്പോഴാണെങ്കിലും മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, എന്തുകൊണ്ടായിരിക്കും ഇത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഈ ഒരു പണിക്ക് വിക്രം ഇറങ്ങിയത്, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഇല്ലാതിരിക്കില്ല എന്ന് പറഞ്ഞ് വേഗം ശ്രീജയോട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയായിരിക്കും. ആ സമയം ശ്രീജയാണെങ്കിൽ കരയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ വേദയാണെങ്കിലും പറയുന്നുണ്ട്, എന്ത് തന്നെ ആയാലും എനിക്ക് അറിയണം ഏടത്തി, എന്താണെങ്കിലും പറയൂ എന്ന് നിർബന്ധിക്കുകയായിരിക്കും. ആ സമയം ശ്രീജ ആ കാര്യങ്ങളെല്ലാം പറയുകയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ വിക്രമൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്നുള്ള കാര്യം വേദ തിരിച്ചറിയുന്ന ഒരു നിമിഷം തന്നെ ആയിരിക്കും. അപ്പോൾ എന്താണ് ആ കാര്യം എന്നറിയാൻ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.